ഹലോ ഗൈസ്, ഇന്ന് നമുക്കിതാ ഈ കുഞ്ഞ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാവേ. അപ്പോൾ ഇതാ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു മാജിക് റിംഗ് ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുഞ്ഞ് ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ മാജിക് റിംഗാണ് ചെയ്യേണ്ടത്. നമ്മൾ 2 തവണ ചുറ്റിയിട്ട് ആദ്യത്തേൻ്റെ താഴെ കൂടെ എടുത്ത് മറ്റേത് ഇപ്പുറത്ത് കൂടി എടുത്തിട്ടൊരു ചെയിൻ പോലെ ചെയ്യുക. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് നേരെ മനസ്സിലാവും. എന്നിട്ട് ഇതാ 2 ചെയിൻ ചെയ്യുക. നമ്മൾ മാജിക് റിങ്ങിന് ചെയ്ത ആ ഒരു ചെയിനില്ലേ, അത് കൂട്ടാതെ 2 ചെയിൻ ചെയ്യണം. എന്നിട്ട് മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതാ ആദ്യത്തെ ഡബിൾ ക്രോഷേ. ഇതാ നമ്മളൊരു തവണ ഹുക്കിൽ ചുറ്റിയിട്ട് അകത്തൂടെ എടുത്ത് ഒന്നുകൂടെ ചുറ്റി ഇതാ 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുത്ത് ചുറ്റി ബാക്കി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ കൂടെ ചെയ്യുക. എന്നിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ അകത്തൂടെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. നമ്മൾ അകത്തൂടെ എടുത്തിട്ട് ചുറ്റാണ്ട് അതിൻ്റെ അകത്തൂടെ എടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഒരു പെറ്റിൽ റെഡി. അപ്പോൾ ഇങ്ങനെ 5 എണ്ണം ചെയ്യണം. അത് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. 2 ചെയിൻ, പിന്നെ ഇതാ 2 ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ കൂടെ ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അതാ ഇങ്ങനെ അകത്തൂടെ എടുത്ത് ഇടുക. ഇങ്ങനെ 5 എണ്ണം ചെയ്യുക. 5 എണ്ണം ചെയ്തിട്ട് കാണിക്കുക ബാക്കി. ബിഗിനേഴ്സിന് പോലും അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ ഈ ടൈപ്പ് ഫ്ലവേഴ്സ്. ഞാൻ 5 തവണ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ പോലെ ചെയ്തിട്ട് ഇയാണ് കുറച്ച് അധികം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കുറച്ചധികം ത്രെഡ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക. കാരണം നമുക്കത് ആവശ്യമുണ്ട്. നമ്മൾ ഈ ഫ്ലവർ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ടെയിലില്ലേ, ആ ടെയിലിൽ പിടിച്ചിങ്ങനെ വലിച്ച് അതിങ്ങനെ കുഞ്ഞിതായി വരും. സെൻറ്ററിൽ ആ ഹോളില്ലേ, അതൊട്ടും ഇല്ലാണ്ടാവുന്ന വരെ നമ്മൾ നല്ല രീതിക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇതപ്പോൾ ഞാൻ ടൈറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സെൻറ്ററിൽ ഒരു കുഞ്ഞ് ബീഡ് കൂടെ വെക്കുന്നുണ്ട്. നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ചുമ്മാ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ 2 ടെയിലും കൂടെ നമ്മൾ ചുമ്മാ നോട്ടിട്ട് കൊടുക്കുക, കഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തുടങ്ങുന്ന അവിടുത്തെ എൻഡും കഴിയുന്ന അവിടുത്തെ എൻഡും തമ്മിൽ ഇതാ ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതാ കഴിഞ്ഞു, ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ വേറൊരു ചാനലിൽ 16 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് കണ്ടു, അതായത് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്ര പണിയുള്ളൂ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കുഞ്ഞ് വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ക്രോഷേ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. താങ്ക്